Hello everyone, good day. എൻ്റെ പേര് ഡോക്ടർ ഹരിശങ്കർ. ഞാൻ കൺസൾട്ടൻറ്റ് മാക്സിലോഫേഷ്യൽ ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജൻ ലാ ഡെൻസിറ്റി കൊച്ചി. സർജറി ചെയ്ത് കഴിഞ്ഞുള്ള എല്ലാ ആൾക്കാരുടെയും ഒരു ഡൗട്ടാണ്, ഒരു കൺസേൺ ആണ്. ഇൻഫാക്ട് ആ കൺസേണിന് മെയിനായിട്ടുള്ള അവരുടെ ക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഡോണർ ഏരിയയിൽ നല്ല രീതിയിൽ ചൊറിച്ചിൽ വരാറുണ്ട്, കുരുക്കൾ വരാറുണ്ട്, ഒരു വലിഞ്ഞു നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് അധികം സെൻസേഷൻസ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ കുറച്ച് ഡൗട്ടുകളായിട്ട് നമ്മുടെ പേഷ്യൻസ് നമ്മളെ സമീപിക്കാറുണ്ട്. പോസ്റ്റ് സർജറി ഹെഡ് വാഷിന് വരുന്ന സമയത്തോ അല്ലെങ്കിൽ PRP എടുക്കുന്ന സമയത്തോ ഒക്കെ നമ്മളെടുത്ത് ചോദിക്കാറുള്ള ഒരു കൺസേൺ തന്നെയാണ്. ഒരു സർജറി ചെയ്ത് കഴിയുമ്പോൾ, എസ്പെഷ്യലി ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡോണർ ഏരിയയിൽ നമ്മളൊരു ബേസിക്കലി പഞ്ച് ചെയ്തിട്ടാണ് ഗ്രാഫ്റ്റിനെ എടുക്കുന്നത്. ഒരു വൂണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ക്രിയേറ്റ് ചെയ്യുന്ന വൂണ്ട് പിന്നെ മൂടിപ്പോണം, അത് ഹീലാവണം. അത് ഹീലാവാൻ നമ്മളുടെ ബോഡി ഹീലാവാനായിട്ട് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്: പ്രൈമറി ഹീലിംഗ് വഴിയും സെക്കൻഡറി ഹീലിംഗ് വഴിയും. പ്രൈമറി ഹീലിംഗ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പ്രൈമറി ഹീലിംഗ് സംഭവിക്കുകയും പ്രൈമറി ഹീലിംഗ് കഴിഞ്ഞതിനു ശേഷം സെക്കൻഡറി ഹീലിംഗ് ടേക്ക് ഓവർ ചെയ്യുകയും അതുവഴി നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയുമാണ് ഒരു എക്സാക്ട്ലി സർജറിയുടെ ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് എത്ര സമയത്തൊക്കെയാണ് ഇത് ഉണ്ടാവുക എന്നുള്ളൊരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 10 days to 21 days, ഒരു 3 weeks വരെയും പ്രൈമറി ഹീലിംഗ് നടക്കുന്നൊരു സമയമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ആ ഏരിയയിലുള്ള വൂണ്ട് ക്ലോസ് ആവുകയും അതിൻ്റെ സ്കിന്നിൻ്റെ താഴെ ചേഞ്ചസ് സംഭവിക്കുകയും അത് അപ് ടിൽ 6 months വരെയും സെക്കൻഡറി ഹീലിംഗ് നടക്കുന്നതാണ് ഈ ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹീലിംഗ് പ്രോസസ്സിൻ്റെ സമയത്ത് നമ്മളുടെ ബോഡി തന്നെ ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് പിമ്പിൾ ഫോർമേഷൻ, അല്ലെങ്കിൽ ഇച്ചിങ്, അല്ലെങ്കിൽ ഒരു വലിഞ്ഞു നിൽക്കുന്ന പോലെയുള്ള ഒരു പെയിൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സെൻസേഷൻ ലോസ്. ഇതൊക്കെ ടെമ്പററി ഹീലിംഗ് പ്രോസസ്സിൻ്റെ സമയത്ത് സംഭവിക്കാറുള്ളതാണ്. അപ്പോൾ ഇതൊരു മേജർ സൈഡ് എഫക്റ്റ് ആണോ അല്ലെങ്കിൽ ഇതൊരു മേജർ കോംപ്ലിക്കേഷൻ ആണോ പോസ്റ്റ് സർജറി എന്ന് ചോദിച്ചാൽ അല്ല. ഇത് സർജറിയുടെ ഭാഗമായിട്ട് എപ്പോഴും കാണപ്പെടാറുള്ളത് തന്നെയാണ്. അത് ഫ്രീക്വൻ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ സമീപിക്കുകയും അതിനനുസരിച്ചുള്ള ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും ചെയ്യുക. അതല്ലാതെ തന്നെ വളരെ കുറച്ചായിട്ടാണ് വരുന്നത്, ഒരുപാട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് സർജറി ചെയ്ത് കഴിഞ്ഞ് ഇത്രയൊരു കാലതാമസം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 ദിവസം തൊട്ടിട്ട് അപ് ടിൽ 6 months വരെ ടൈം എടുക്കുന്ന സമയം കൊണ്ട് തന്നെയും അത് കംപ്ലീറ്റ്ലി ഹീലാവുകയും ആ ഏരിയ കംപ്ലീറ്റ്ലി ക്ലോസ് ആയി പോവുകയും ചെയ്യുന്ന പ്രകാരം നമുക്ക് പിന്നെ അങ്ങനെ ഒരു ഇഷ്യൂ ഭാവിയിൽ വരികയോ അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവുകയോ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം സർജറിയുടെ കൂടെ ഉണ്ടായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പോസ്റ്റ് സർജറി ഹീലിംഗ് പ്രോസസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അതിനനുസരിച്ചിട്ടുള്ള കെയർ മാത്രം ചെയ്താൽ മതി. അതിനെ ഒരു ടെൻഷൻ അടിക്കേണ്ട ഉള്ളൊരു സ്റ്റേജിലേക്ക് എത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ ടീമിനെ സമീപിച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള കൺസൾട്ടേഷൻ വഴി അതിനെ റിലീവ് ചെയ്ത് കൊടുക്കാനുള്ള എല്ലാ സജഷൻസും അതിനുള്ള ട്രീറ്റ്മെൻറ്റും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. Thank you.